ഭക്തന്മാരെ രക്ഷിക്കാൻ വിഷ്ണുവിന്റെ ഉഗ്രവും കരുണാമയവുമായ അവതാരമാണ് നരസിംഹസ്വാമി. ശത്രുദോഷങ്ങൾ നീക്കാനും ഭയം മാറ്റാനും ജപിക്കേണ്ട ഭഗവാന്റെ ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ശത്രുദോഷം മാറാൻ, നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാതിരിക്കാൻ, സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ, എതിരായി നിൽക്കുന്ന ദോഷങ്ങൾ മാറാൻ പ്രത്യക്ഷ ബലം തരുന്ന മൂർത്തിയാണ് നരസിംഹമൂർത്തി. ഭഗവാന്റെ അവതാരം തന്നെ ശത്രു സംഹാരത്തിനു വേണ്ടിയാണ്. വൈഷ്ണവ മന്ത്രങ്ങളിൽ ഏറ്റവും ശക്തമായ ഒരു മൂർത്തിയാണ് നരസിംഹമൂർത്തി. തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് വിശ്വസിച്ച പ്രഹ്ലാദനു വേണ്ടി അസാധ്യമായ നിബന്ധനകൾക്കിടയിലും ധർമ്മം സംരക്ഷിക്കാൻ ഭഗവാൻ നരസിംഹമൂർത്തിയായി അവതരിച്ചു. ഇന്നീ കലിയുഗത്തിൽ മനുഷ്യനെ വിശ്വസിക്കാതെ, ആശ്രയിക്കാതെ ഭഗവാനെ മാത്രം ആശ്രയിച്ച് വിശ്വസിച്ച് മുന്നോട്ടു പോകുക. ഈശ്വര സാക്ഷാത്കാരത്തോടുകൂടി ഈശ്വര ചൈതന്യത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജപിക്കുന്ന നാമങ്ങളുടെ ശക്തി തന്നെയാണ് നമ്മളുടെ ദുരിതമോചനത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും നോക്കിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതിൽ ഭയപ്പെടാതെ ശത്രു സംഹാരത്തിനായി അവതരിച്ച, വിളിച്ചാൽ നമുക്കൊപ്പം കൂടെ നിൽക്കുന്ന നരസിംഹമൂർത്തിയെ അഭയം പ്രാപിച്ചോളൂ. എന്നിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ജപിച്ചോളൂ ഭഗവാന്റെ അതിശക്തമായ ഈ നരസിംഹ ഗായത്രി മന്ത്രം. ഇത് 2-3 ദിവസം ജപിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം അനുഭവിച്ചറിയാൻ സാധിക്കും. 100% ഉറപ്പ്. ഇനി മന്ത്രം എന്താണെന്നും ഇതെപ്പോൾ ജപിക്കണമെന്നും എത്ര വട്ടം ജപിക്കണമെന്നും പറയാം. ഇതാണ് ആ മന്ത്രം. ഓം വജ്രനഖായ വിദ്മഹേ തീക്ഷ്ണ ദ്രംഷ്ടായ ധീമഹി തന്നോ നൃസിംഹ പ്രചോദയാത്. മന്ത്രം എഴുതി കാണിക്കാം കേട്ടോ. ഇനി ഈ മന്ത്രത്തിന്റെ അർത്ഥം കൂടി പറയാം. വജ്രനഖായ, വജ്രം പോലെ ഉറപ്പുള്ള നഖം ഉള്ളവൻ. തീക്ഷ്ണദ്രംഷ്ടായ, മൂർച്ചയുള്ള പല്ലുള്ളവൻ. വിദ്മഹേ, ആ ഭഗവാനെ നമ്മൾ ധ്യാനിക്കുന്നു. തന്നോ നൃസിംഹ പ്രചോദയാത്, ആ നൃസിംഹദേവൻ നരസിംഹസ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ, രക്ഷിക്കട്ടെ. ഇനി ഇത് ജപിക്കേണ്ട സമയം അതിരാവിലെ രാമമുഹൂർത്തത്തിൽ 4 മണിക്കും 6 മണിക്കും ഇടയ്ക്കോ, അല്ലെങ്കിൽ നരസിംഹസ്വാമി അവതരിച്ച സമയമായ ത്രിസന്ധ്യാനേരത്തോ ജപിക്കാം. സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിച്ചു വെച്ച് ജപിക്കുക. കാലത്ത് ജപിക്കാൻ പറഞ്ഞത് നമ്മളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ ശാന്തതയുള്ള സമയമായതിനാലാണ്. അപ്പോൾ ഫലപ്രാപ്തിയും വേഗം ലഭിക്കും. കുടുംബത്തിൽ ഐശ്വര്യം കൊണ്ടുവരാനും ശത്രുദോഷം വരാതിരിക്കാനും ശത്രുദോഷം ഉണ്ടെങ്കിൽ മാറാനും നിത്യവും ഇത് 9, 27, 48, 108 തവണ ജപിക്കുക. അതിവേഗ ഫലപ്രാപ്തി തരുന്ന ഈ മന്ത്രം കൂടി നിങ്ങളുടെ നിത്യജപത്തിൽ ഉൾപ്പെടുത്തൂ. നരസിംഹ ഭഗവാൻ നമ്മളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും എല്ലാത്തരം ഭയത്തിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജപം കൂടി നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു.